സംസ്ഥാനത്ത് ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശനിയാഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ശനിയാഴ്ച 2 ജില്ലകളിലും ഞായറാഴ്ച 3 ജില്ലകളിലും തിങ്കളാഴ്ച 7 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ്. അലക്സ്, ഇപ്പോൾ കൊടുംചൂടിന്റെ വല്ലാത്തൊരു കാലം കഴിഞ്ഞ് ഏതാണ്ട് മഴ സീസണിലോ കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കണോ? അതെ ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. സംസ്ഥാനത്ത് വേനൽ മഴ സജീവമായതോടെ പല ജില്ലകളിലും നേരത്തെ ചുട്ടുപൊള്ളിയിരുന്ന പല ജില്ലകളിലും താപനില കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, അടുത്ത ദിവസങ്ങളിൽ കടുത്ത മഴ, അതിശക്തമായ മഴ സംസ്ഥാനത്ത് പലയിടങ്ങളിൽ ലഭിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അടുത്ത ഒരാഴ്ചക്കാലം സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകും. അത് ശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച മുതൽ അതിശക്തമായ മഴ സംസ്ഥാനത്തെ പലയിടങ്ങളിൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ശനിയാഴ്ച 2 ജില്ലകളിലും ഞായറാഴ്ച 3 ജില്ലകളിലും തിങ്കളാഴ്ച 7 ജില്ലകളിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വരുന്ന തിങ്കളാഴ്ച മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് പത്തനംതിട്ടയിലും ഇടുക്കിയിലുമൊക്കെ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത തിങ്കളാഴ്ച ഉണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിലുള്ളത്. ഈ അടുത്ത 4 ആഴ്ച കാലത്തേക്കുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനവും വ്യക്തമാക്കുന്നത് അങ്ങനെ തന്നെയാണ്. സംസ്ഥാനത്ത് സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. സംസ്ഥാനത്ത് കാലവർഷം മെയ് 31 കൂടി എത്തുമെന്നാണ്. ജൂൺ 1 സാധാരണ എത്തുന്നത്. ഒരു ദിവസം മുമ്പേ എത്തുന്നു. 4 ദിവസം മുന്നോട്ടോ പിന്നോട്ടോ ഇതുവരെ മാറാൻ സാധ്യതയുണ്ട് താനും. എന്താണെങ്കിലും കാലവർഷത്തിന് മുന്നോടിയായി തന്നെ സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകുന്നു. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത പലയിടങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഈ പ്രത്യേക ശ്രദ്ധ വേണം. കാരണം ഇടിമിന്നൽ, അതുപോലെ തന്നെ ശക്തമായ കാറ്റിനൊക്കെ സാധ്യത ആ മേഖലയിലുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലുമൊക്കെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഈ അവധിക്കാലമായതിനാൽ തന്നെ മലയോര മേഖലകളിലേക്കുള്ള ഈ വിനോദസഞ്ചാരമൊക്കെ കൂടുതലായുള്ള ഒരു സമയമാണിത്. അതിനാൽ കർശനമായ ജാഗ്രത അടുത്ത ദിവസങ്ങളിൽ പുലർത്തേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. തീരവുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പുണ്ട്. തെക്കൻ കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ കടലാക്രമണത്തിനും സാധ്യത നിലനിൽക്കുന്നതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട് തീരത്തും സമാനമായി ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി നിലനിൽക്കുന്നുണ്ട്. ഹാഷ്മി. അലക്സ് റാം മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ വരാൻ പോകുന്നത് കൊടും ചൂട്, എങ്കിലും ഉച്ചവരെ ചൂടൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞാണ് മഴ. അപ്പോൾ ഒരു ചേട്ടൻ പറയുന്നത് പോലെ പകർച്ചവ്യാധി സമയമൊക്കെയാണ്. അപ്പം ഒന്ന് ജാഗ്രതയോടെ സൂക്ഷിച്ചിരിക്കണം. അവിടെ വേറൊരു സെബാസ്റ്റ്യൻ കൊള്ളിത്തടം പറയുന്നു, ഈ രാജ്യത്തെ സർവ്വ വാർത്താ മാധ്യമങ്ങളും ഇത്രയേറെ തെരഞ്ഞെടുപ്പ് വാർത്താ മാമാങ്കങ്ങൾ നടത്തിയിട്ടും തെരഞ്ഞെടുപ്പിനോട് വലിയ ആവേശമൊന്നും ഉണ്ടായില്ലെങ്കിൽ അതിൽ നിന്നും വാർത്തക്കാരെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്ന് ചോദിക്കുന്നു. ചേട്ടാ, അത് 4-ാം തീയതി അറിയാം. അത് ജനങ്ങളുടെ മനസ്സിലാണല്ലോ എന്തുകൊണ്ടാണ് ആവേശമില്ലാത്തതെന്ന്. അറിയേണ്ടത് 4-ാം തീയതി മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ, അല്ലാതെ നമുക്ക് അറിയാൻ കഴിയുമോ?